ശ്രീ വി സുനിൽകുമാർ, താങ്കളടക്കം ഉന്നയിച്ചത് സംഘപരിവാറിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നു എന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ്. താങ്കളടക്കം ഈ വിഷയങ്ങൾ ഉന്നയിച്ചതുമാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്താണ് ഇപ്പോൾ പറയുന്നത്? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയൊന്നും കൊടുക്കരുത്. കാരണം റവന്യൂ മന്ത്രിയോടും മുൻ മന്ത്രിയോടും MLA മാരോടൊക്കെ അവർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും കേന്ദ്രമന്ത്രിയോടും അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പങ്ക് BJP RSS പ്രവർത്തകർക്കുണ്ട് എന്ന നിലയിലായിരുന്നല്ലോ നേരത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നത്. അന്ന് അവിടുത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ സ്വാഭാവികമല്ലേ ഇത് വളരെ പ്രസക്തിയുള്ള ഒന്നല്ലേ? അല്ലാതെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടി വരുള്ളൂ. കാരണം അദ്ദേഹം അവിടെ ആംബുലൻസിൽ പോയതും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്ന ആണല്ലോ. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടത് അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്തു എന്ന മട്ടിൽ വാർത്ത വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എല്ലാവരോടും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരോപണം എന്നല്ല, അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയുന്ന വസ്തുതകളാണ്. ആ വസ്തുതകൾ ഞാൻ മീഡിയകളോട് പറഞ്ഞതുപോലെ തന്നെ എന്നോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുള്ള പോലീസ് ഓഫീസർമാരെടുത്ത് 2 തവണ എന്നോട് ഹാജരാകാനും പറഞ്ഞു. അതനുസരിച്ച് അവർ ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരികയും അന്നത്തെ വിഷ്വൽ കാര്യങ്ങളെല്ലാം കണ്ട് കാണിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഒരുപാട് വിഷ്വൽസ് അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി അറിയാവുന്ന എവിഡൻസുകളും കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തീർച്ചയായിട്ടും ഈ കേന്ദ്ര സഹമന്ത്രിയോടും അന്നത്തെ സ്ഥാനാർത്ഥി എന്നതിൽ അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചറിയേണ്ട ഉത്തരവാദിത്തം പോലീസിന് ഉണ്ടായിരുന്നു. അത് അവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴാണെങ്കിൽ അത് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് സുരേഷ് ഗോപി പൂരപ്പറമ്പിലേക്ക് എത്തുന്നതാണ്. അതൊരു ആംബുലൻസിലാണ് എത്തുന്നത്. അങ്ങനെ ആംബുലൻസിൽ അവിടെ എത്തിയതിൽ വലിയ അസ്വാഭാവികതയുണ്ടോ? അതാണോ താങ്കളും പോലീസിനോട് പറഞ്ഞത്? അസ്വാഭാവികത ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ആംബുലൻസ് എന്ന് പറയുന്ന രോഗികളെ കൊണ്ടുപോകാനുള്ളതല്ല, രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ലല്ലോ ആംബുലൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ആംബുലൻസ് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നതും ആംബുലൻസ് സഞ്ചരിക്കാൻ പാടില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുവാദം കൊടുക്കുന്നതും അവിടെ എത്തിച്ചേരുന്നതും പിന്നെ ഞാൻ ആംബുലൻസിൽ വന്നിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതും തന്നെ പിന്നെ ഗുണ്ടകൾ ആക്രമിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അന്ന് അദ്ദേഹം നിങ്ങളോട് കാര്യങ്ങളാണല്ലോ, അല്ലാതെ രഹസ്യമായി പറഞ്ഞ കാര്യമല്ലല്ലോ. നിങ്ങളുടെ ക്ലിപ്പിംഗ്സ് കാണുമല്ലോ, അതും കൂടെ കാണിക്കണം. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം അങ്ങോട്ടേക്ക് വരുമ്പോ എന്നെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഗുണ്ടകൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി അദ്ദേഹം പോലീസിനോട് പറയണം. വിശദമായ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ പ്രതികരണം അറിയിച്ചതിന്.